ജോസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ആ ഏണിവഴി ടാങ്കിലേക്ക് ഇറങ്ങുന്നതും വലയൊക്കെ അതിനുള്ളിലേക്ക് എത്തിക്കുന്നതും കാണാം ജോസൽ. അപ്പോൾ വലയൊക്കെ എത്തിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അവരെ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതാമല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പരിശോധന ഇന്ന് നടക്കുകയാണ്. ഒപ്പം തന്നെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് അവസ്ഥ എന്നുള്ളത് കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. ഒരാളെ കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കൊട്ട അടക്കമുള്ള ഈ കയറും മറ്റും താഴോട്ട് ഇറക്കിയിരിക്കുന്നത്. അയാളെ ഇപ്പം കണ്ടെത്തിയ ആളെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അസിത, ഇവരെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട് ജോസൽ. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും പോലീസും ഫയർഫോഴ്സും മറ്റ് രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ കട്ടപ്പനയിൽ ഈ നേരത്തെ ഓറഞ്ച് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന ഈ പരിസരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കട്ടപ്പന പാറക്കടവ് റോഡിലാണ് നേരത്തെ ഓറഞ്ച് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയിരുന്നതാണ്. അവിടെ അതിന്റെ ഓട വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ 3 തൊഴിലാളികൾ, തമിഴ്നാട് കമ്പത്ത് നിന്നുള്ള ഈ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിയത്. അവര് ആണ് ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. അവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരാളാണ് ആദ്യം ഇറങ്ങിയത്. അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു 2 പേരും ഇറങ്ങുന്നു. പിന്നീട് അവരെ കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും എല്ലാം കട്ടപ്പന ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ആദ്യം തന്നെ ഇതിനകത്ത് ഇറങ്ങി ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തിയിരുന്നു. അത് വിജയിക്കാതെ വന്നിട്ട് അത്രയ്ക്ക് ഒരു ദുർഗന്ധം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഇതിനകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിഷവാതകമടക്കം ഇതിനകത്തുണ്ട് എന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തിരികെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശേഷം JCB എത്തിച്ച് ഈ കോൺക്രീറ്റ്, ഈ ടാങ്കിന്റെ മുകൾ ഭാഗത്തുള്ള കോൺക്രീറ്റ് പാളി പൊളിച്ച് അതിനകത്തേക്ക് ഇറങ്ങി ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പൊളിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഏണി വെച്ച് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ തൊഴിലാളികളെ ഇപ്പോൾ കരയ്ക്കേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു തൊഴിലാളിയെ കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒരാളെ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. പുറത്തെടുത്ത് ഇനി 2 പേരെയും കൂടി പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവരുടെ ആരോഗ്യം സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഇനിയും ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.